Hello, hello, good morning. Hello, good morning. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹലോ,
ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാനുണ്ടോ? ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ജോയിൻ ചെയ്യുന്നത്. കേൾക്കാനുണ്ട്. മഞ്ജു, സജന, സൗപർണിക, രാജി, എല്ലാവർക്കും കേൾക്കാനുണ്ടോ? ഞാൻ ക്ലാസ് തുടങ്ങിക്കോട്ടെ? കുറച്ച് ലേറ്റ് ആയി എന്തായാലും എത്താൻ. യെസ്, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? എനിക്ക് അവിടെ നിന്ന് ചോദിക്കാലോ. എവിടെയാ പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? പക്ഷെ അധികം ക്ലാസ് ആയിട്ടുണ്ട് ബയോളജി കിട്ടിയിട്ട്. 1-2 മാസമായിട്ടുണ്ടാവും നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ലേ? നോട്ടൊന്ന് മറിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എവിടെ എവിടെ വെച്ചാ നിർത്തിയെന്നൊന്ന് പറഞ്ഞേ. നാഡീവ്യവസ്ഥയാണോ പറഞ്ഞു നിർത്തിയത്? നാഡീവ്യവസ്ഥയാണോ പറഞ്ഞു നിർത്തിയത്? അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണോ? SCRT-യിലെ അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആരും മിണ്ടുന്നില്ല. കേൾക്കാത്തോണ്ടാണോ മിണ്ടാത്തത്? അത് അറിയാത്തോണ്ടാണോ മിണ്ടാത്തത്? നാഡീവ്യവസ്ഥ. അതിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞോ, ബ്രെയിനൊക്കെ പറഞ്ഞില്ലേ? അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്റർ ആവും എടുത്തിട്ടുണ്ടാവുക. ബ്രെയിനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നാഡീവ്യവസ്ഥയുടെ തകരാറുകളായിരിക്കും. നോട്ടില് ലാസ്റ്റ് ഉണ്ടാവും അൽഷിമേഴ്സും പാർക്കിൻസണും അപസ്മാരും. ആ രോഗങ്ങളാണോ? ഓക്കെ ഓക്കെ, അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, മസ്തിഷ്ക ഘടനയൊക്കെ പറഞ്ഞതാണ്. ഇന്ന് നമ്മള് സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇന്ന് എന്തായാലും ലേറ്റ് ആയി. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ആണ് ഇന്ന് എടുക്കുന്നത്. SCRT അന്നപഥത്തിലൂടെ. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? അന്നപഥത്തിലൂടെ. ഓരോ ജീവികളും ആഹാരം ശരീരത്തിന് ലഭ്യമാക്കുന്ന വിവിധ രീതികളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അന്നപഥത്തിലൂടെ ഓരോരുത്തരുടെയും ആഹാര രീതികൾ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറയുന്നത്. എന്താ പറയാ? പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോഷണം എന്ന് പറയാ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് ശരീരത്തിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമല്ലോ. ദഹിക്കണം, ബാക്കി അലക് ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ എത്തണം. അപ്പോ അവിടം വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും ചേർത്ത് പറയുന്നതാണ് എന്ത്? പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോഷണം എന്ന് പറയാം. ആഹാരം അന്നപഥത്തിലെത്തണം. അതുകൊണ്ട് ആ ചാപ്റ്ററിന്റെ പേര് അന്നപഥത്തിലൂടെ എന്ന് കൊടുത്തിട്ടുള്ളത്. വായുവിലൂടെ സ്വീകരിച്ച് അതിന്റെ ദഹനം കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി ഘടകങ്ങൾ രക്തത്തിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുന്നതാണ് എന്ത്? പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ശരിയാണോ തെറ്റാണോ? SCRT സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയരുത്. അപ്പൊ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോഷണം എന്ന് പറയുന്നത്. ഇനി ആഹാരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ആഹാരമാണ് ഇവർ കഴിക്കുന്നത് എന്ന്, ജീവികൾ കഴിക്കുന്നത് എന്നതനുസരിച്ചിട്ട് നമുക്ക് ജീവികളെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയായിരുന്നു?
ഏതൊക്കെയായിരുന്നു? സ്വപോഷികൾ, പരപോഷികൾ, ശവോപജീവികൾ. ജീവികൾ സ്വീകരിക്കുന്ന ആഹാരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവികളെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. സ്വപോഷികൾ, പരപോഷികൾ, പിന്നെ ശവോപജീവികൾ. എന്തായിരിക്കും സ്വപോഷികൾ? പോഷണം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പോഷണം എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും സ്വപോഷികൾ? ജസ്റ്റ് ഇത് നോക്കി നോക്കിയേ. അല്ലെങ്കിൽ സ്വപോഷികൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു. പറഞ്ഞു, സ്വപോഷികൾക്ക് എക്സാമ്പിൾ ഒന്ന് പറയാം. പറയടോ, സ്വപോഷികൾക്ക് എക്സാമ്പിള്. സ്വപോഷികൾ, ഈ സ്വപോഷികൾ എന്താന്ന് ഞാൻ പറയാം, എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ആഹാരത്തിനെ മറ്റ് ജീവികളെ ആശ്രയിക്കാത്ത ജീവികളാണ് ഇത് സ്വപോഷികൾ. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ജീവികളാണ് സ്വപോഷികൾ. അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യും, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിച്ചു കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്ത ജീവികളാണ് സ്വപോഷികൾ. ഞാൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ജീവികൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആഹാരം സ്വയം നിർമ്മിക്കുന്നത്, ആഹാരത്തിന് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. കേൾക്കാനില്ലയോ? ഉറങ്ങാണോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? ജസീറെ, നിങ്ങൾക്ക് കേൾക്കാനില്ല? ഞാൻ ചോദിക്കുന്നൊന്നും കേൾക്കാനില്ല. ആരെങ്കിലും ഒരാളെ മെസ്സേജ് ഇടുവോ? ആ, കേൾക്കാം. ഓ, എന്നിട്ട് കേൾക്കാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ. സ്വപോഷികൾക്ക് എക്സാമ്പിൾ ചോദിച്ചപ്പോ ആഹാരം സ്വയം നിർമ്മിക്കുന്നത് ആരാ? ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്വപോഷികൾ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഹരിതസസ്യങ്ങൾ. ആരാ? ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ ആഹാരം സ്വയം നിർമ്മിക്കുന്നവയാണ്. ഇങ്ങനെ ആഹാരം സ്വയം നിർമ്മിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്വപോഷികൾ എന്ന് പറയാം. നമ്മൾ സ്വപോഷികളാണോ? അതിനെങ്കിലും റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സ്വപോഷികളാണോ? നമ്മൾ സ്വപോഷികളാണോ? നമ്മൾ സ്വപോഷികളല്ല. നമ്മൾ ആഹാരത്തിന് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നില്ലേ? നമ്മൾ മിശ്ര ബുക്കല്ലേ? മത്സ്യത്തിനും മാംസത്തിനും ഒക്കെ നമ്മൾ ബാക്കിയുള്ള ജീവികളെ ആശ്രയിക്കുന്നില്ലേ? നമ്മൾ എന്തല്ല? സ്വപോഷികളല്ല. സ്വപോഷികൾ ആരാണ്? ഹരിത സസ്യങ്ങളാണ് എന്ത്? സ്വപോഷികൾ. ഹരിത സസ്യങ്ങളാണ് സ്വപോഷികൾ. ഇനി പരപോഷികൾ. പരപോഷികൾ എന്നാ? പരപോഷികൾ ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവയാണ് എന്ത്? പരപോഷികൾ. സ്വയം നിർമ്മിക്കാൻ സാധിക്കുക, നമ്മൾ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമല്ല പറയണേ. ഈ ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. ഈ മത്സ്യത്തിനായാലും മാംസത്തിനായാലും ബാക്കി ഇലക്കറികൾക്കായാലും സസ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ജീവികൾ ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണെങ്കിൽ അവർ ഏതാണ്? പരപോഷികളാണ്. മനുഷ്യരൊക്കെ ഏതാ? പരപോഷികളാണ്. നമ്മൾ സ്വപോഷികൾക്ക് എക്സാമ്പിൾ പറഞ്ഞു ഹരിതസസ്യങ്ങള്, പരപോഷികൾക്ക് എക്സാമ്പിൾ പറഞ്ഞു അതാരാ? നമ്മളൊക്കെ പരപോഷികളാണ്. അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും എന്താണ്? പരപോഷികളാണ്. മൂന്നാമത്തെ ടൈപ്പാണ് ശവോപജീവികൾ. മൂന്നാമത്തെ ടൈപ്പാണ് ഇത്, ശവോപജീവികൾ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന ജീവികളാണ് ഇത് ശവോപജീവികൾ. ജീവിച്ച ജീർണിച്ച ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, ജൈവാവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന ജീവികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ശവോപജീവികൾ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുകയാണെങ്കിൽ അത്തരം ജീവികളെ നമ്മൾ എന്തെന്ന് പറയാം? ശവോപജീവികൾ എന്ന് പറയാം.
ശവോപജീവികൾക്ക് ഒരു എക്സാമ്പിൾ ആണ് മോണോട്രോപ്പ. ഏതാണ്? മോണോട്രോപ്പ. നിങ്ങളിതെല്ലാം ആദ്യമായിട്ട് കേൾക്കണം. SCRT ചാപ്റ്റർ വായിച്ചതാണ് ഒരു തവണ, അത് ആദ്യമായിട്ട് കേൾക്കണം. എന്നാ പിന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനായിരുന്നു. റിപ്ലൈ ഇല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, പോഷണം എന്ന് പറയാം. പിന്നെ ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ മൂന്നായിട്ട് തരംതിരിക്കാം: സ്വപോഷികൾ, പരപോഷികൾ, പിന്നെ ശവോപജീവികൾ. സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ അവർ സ്വയം ആഹാരം പ്രിപ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യല്ലേ, ആഹാരത്തിന് വേണ്ടി മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യാത്തവരെയാണ് ആര്? സ്വപോഷികൾ. എക്സാമ്പിൾ ആണ് ഹരിത സസ്യങ്ങൾ. എക്സാമ്പിൾ ആണ് ആര്? ഹരിത സസ്യങ്ങൾ. സ്വപോഷികൾക്ക് എക്സാമ്പിൾ ആണ് ഹരിത സസ്യങ്ങൾ. അപ്പൊ എന്താണ് പരപോഷികൾ? പരപോഷികൾ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവരാണ് പരപോഷികൾ. ആഹാരം നിർമ്മിക്കാൻ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാതെ ആഹാരത്തിനായിട്ട് മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് ആര്? പരപോഷികൾ. ആരായിരുന്നു? പരപോഷികൾ. ലാസ്റ്റ് ടീംസ് ആണ് ആര്? ശവോപജീവികൾ. ശവോപജീവികൾ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവരാണ് ആര്? ശവോപജീവികൾ. എക്സാമ്പിൾ ആണ് ആര്? മോണോട്രോപ്പ. മോണോട്രോപ്പ. നമുക്ക് കുറച്ച് ജീവികൾ തന്നിട്ട് അതിൽ മോണോട്രോപ്പ തന്നിട്ട് ഒറ്റപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്തത് ആര്, അല്ലെങ്കിൽ ഈ മൂന്നെണ്ണം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഫാക്റ്റാണോ, ശരിയാണോ, എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഈ മൂന്നെണ്ണം ഓർത്ത് വെക്കുക. സ്വപോഷികൾ ആഹാരം സ്വയം നിർമ്മിക്കും, മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല. പരപോഷികൾ എന്താണ്? മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ആഹാരത്തിന് വേണ്ടിയിട്ട്. ശവോപജീവികൾ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് അവരെന്ത് കണ്ടെത്തുക? ആഹാരം കണ്ടെത്തുക. എന്റെ എക്സാമ്പിൾ ആണ് മോണോട്രോപ്പ. ഇത്രയും ക്ലിയർ ആണോ? പറഞ്ഞ മൂന്നെണ്ണവും ക്ലിയർ ആണോ? ഉണ്ടെന്നില്ല. യെസ്, ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. ഒരു 3 ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയായിരുന്നു? ചന്ദനം, ഇത്തിൽ ചെടി, മൂടില്ല താളി. ഏതായിരുന്നു? ചന്ദനം, ഇത്തിൽ ചെടി, മൂടില്ല താളി. ഇത് 7ാം ക്ലാസ്സിലാണേ. നമ്മളൊക്കെ 7ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരാണ്. ഈ 3 ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചന്ദനം എന്താന്ന് വെച്ചാല് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ, ചന്ദനത്തിന്റെ ചെടിയുടെ വളർച്ചയുടെ ആരംഭഘട്ടത്തില് മറ്റ് ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തും. ചന്ദനം മണ്ണിൽ നിന്നല്ല, വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മണ്ണിൽ നിന്നല്ല എന്തെടുക്കുക, ജലവും ലവണങ്ങളും എടുക്കുക. എവിടെ നിന്ന് എടുക്കുക? മറ്റുള്ള ജീവികളുടെ വേരുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് എന്തെടുക്കുക, ജലവും ലവണവും വലിച്ചെടുക്കുക. അപ്പൊ ഇത് ആഹാരത്തിന് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരെ ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ജലവും ലവണവും വലിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് ആഹാരം സ്വയം പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ജലത്തിനും ലവണത്തിനും വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളുടെ പേരിൽ പോയിട്ട് ആ ജലവും ലവണവും വലിച്ചെടുത്തതിന് ശേഷം സ്വയം ആഹാരം പാകം ചെയ്യും. അപ്പോൾ ആഹാരം പൂർണ്ണമായിട്ട് എന്തല്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ജലത്തിനും ലവണത്തിനും വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചന്ദനത്തിന് നമ്മൾ എന്തെന്ന് പറയും? അർദ്ധപരാതങ്ങൾ എന്ന് പറയും. അർദ്ധപരാതം. പരാതം എന്ന് പറഞ്ഞാല് ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരൊക്കെ ആരാണ്? പാരസൈറ്റുകളാണ്, അല്ലെങ്കിൽ പരാതങ്ങളാണ്. ചന്ദനം എന്താണ്? അർദ്ധപരാതമാണ്. ജലവും ലവണവും മാത്രം മറ്റുള്ള ജീവികളിൽ നിന്ന് വലിച്ചെടുക്കും, ആഹാരം സ്വയം പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് അത് എന്താണ്? അർദ്ധപരാതമാണ്. അടുത്തൊരു ചെടി ഇത്തിൽ ചെടി. ഇത്തിൽ ചെടിയും എന്താണ്? അർദ്ധപരാഗം തന്നെയാണ്. അതും എന്ത് ചെയ്യും? ആഹാരത്തിന് വേണ്ടിയിട്ട് ജലവും ലവണത്തിനും വേണ്ടിയിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തിനെ ആശ്രയിക്കും. എന്നിട്ട് സ്വയം ആഹാരം പ്രിപ്പയർ ചെയ്യും. അപ്പോഴും എന്തില്ല, ജലവും ലവണവും സ്വയമായിട്ട് വലിച്ചെടുക്കുന്നില്ല, അത് മറ്റുള്ളവരിൽ നിന്ന് വലിച്ചെടുക്കും, എന്നിട്ട് ആഹാരം സ്വയം പ്രിപ്പയർ ചെയ്യും. അപ്പൊ എന്താണ്? ഇത്തിൽ ചെടിയും എന്താണ്? അർദ്ധപരാഗമാണ്.
ചന്ദനം എന്താണ്? അർദ്ധപരാതമാണ്. ഇത്തിൽ ചെടി എന്താണ്? അർദ്ധപരാതമാണ്. ഇനി ഒരാളും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. മൂടില്ലാ താളി. ആരാ? മൂടില്ലാ താളി. കണ്ടിട്ടുണ്ടാവും നമ്മുടെ മാവിന്റെ മുകളിലൊക്കെ, അല്ലെങ്കിൽ ബാക്കി ചെടികളുടെ മുകളിലൊക്കെ പടർന്നുണ്ടായിട്ടുണ്ടാവും മൂടില്ലാ താളി. ഈ മൂടില്ലാ താളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചെടി, ഏത് ചെടിയിലാണ് ഉണ്ടാവുന്നത്, ആ ചെടിയുടെ കൊമ്പൊക്കെ ഉണങ്ങിപ്പോവും. കാരണം എന്തായിരിക്കും? ആ ചെടി നിർമ്മിക്കുന്ന ആഹാരം ആര് വലിച്ചെടുക്കുകയാണ്? മൂടില്ലാത്താളി വലിച്ചെടുക്കുകയാണ്. അതിനവിടെ എന്ത് കിട്ടുന്നില്ല? ആഹാരം കിട്ടുന്നില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താവും? ഉണങ്ങിപ്പോവും. അപ്പൊ മൂടില്ലാത്താളി ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കും. ഏത് ചെടിയിലാണോ നിൽക്കുന്നത് ആ ചെടിയുടെ ആഹാരം വലിച്ചെടുക്കും. ആര്? മൂടില്ലാത്താളി. അപ്പൊ മൂടില്ലാത്താളി ആഹാരമാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മൂടില്ലാത്താളി പൂർണ്ണപരാഗമാണ്. ആഹാരം വലിച്ചെടുക്കുന്നത് കൊണ്ട് മൂടില്ലാത്താളി പൂർണ്ണപരാഗമാണ്. ചന്ദനവും ഇത്തിൽ ചെടിയും ജലവും ലവണവുമാണ് വലിച്ചെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും എന്താണ്? അർദ്ധപരാഗമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറഞ്ഞോട്ടോ. യെസ്. ചന്ദനവും ഇത്തിൽ ചെടിയും എന്താണ്? അർദ്ധപരാഗമാണ്. ചന്ദനവും ഒന്നുകൂടെ പറയാം. ചന്ദനവും ഇത്തിൽ ചെടിയും എന്താണ്? അർദ്ധപരാഗമാണ്. അർദ്ധപരാഗമാവാൻ കാരണം എന്താ? അതിൽ നിന്ന് ജലവും ലവണവും മാത്രമേ വലിച്ചെടുക്കുള്ളൂ. വലിച്ചെടുത്തതിന് ശേഷം ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ആഹാരം ഉണ്ടാക്കിക്കോളും. അവർക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കിക്കോളും. അപ്പൊ അതുകൊണ്ട് അർദ്ധപരാഗമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. മൂടില്ലാതാളി അങ്ങനെയല്ല. അത് ഏത് ജീവിയിലാണോ ഉള്ളത്, അത് മാവിന്റെ ഒക്കെ കൊമ്പുമേണ് സാധനം ഉണ്ടാവുക. അപ്പൊ ഏത് സസ്യത്തിന്മേണോ ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആഹാരം പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വലിച്ചെടുക്കും. ആ സസ്യം എന്തായി പോവും? ഉണങ്ങിപ്പോവും. അപ്പൊ അതിന്റെ ആഹാരം പൂർണ്ണമായിട്ട് വലിച്ചെടുക്കുന്നത് കൊണ്ട് മുടിയില്ലാത്ത അളിയെ നമ്മൾ എന്തെന്ന് പറയും? പൂർണ്ണപരാഗം എന്ന് പറയും. പരാഗം എന്ന് പറഞ്ഞാല് ഒന്നിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, മണ്ണിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ചെടികളെ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ അവരെയൊക്കെ എന്തെന്ന് പറയും? പരാഗങ്ങളാണ്. അപ്പൊ സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവരാണല്ലോ കൂട്ടത്തിലുള്ളത്. നമ്മളൊക്കെ എന്താണ്? പരാഗങ്ങളാണ്. ചിലര് അർദ്ധപരാഗമായിരിക്കും, ചിലര് പൂർണ്ണപരാഗമായിരിക്കും. അപ്പൊ നമ്മളൊക്കെ എന്തായി? പരാഗങ്ങളാണ്. അപ്പൊ നമ്മൾ പരാഗങ്ങളല്ലാതാവാൻ വേണ്ടിയിട്ടാണ്, ജോലി കിട്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളിപ്പോ പരാഗങ്ങളാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ആര്? ചന്ദനവും മൂടില്ലാത്താളിയും ഇത്തിൽക്കണ്ണിയല്ല. ചന്ദനവും ഇത്തിൽക്കണ്ണിയും അർദ്ധപരാഗമാണ്. മൂടില്ലാത്താളി പൂർണ്ണപരാഗമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി? രാജി ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ. യെസ്. ഇനി ഈ പരാഗങ്ങള് ശരീരത്തിന് പുറത്താണെങ്കിൽ നമ്മൾ അതിനെ ബാഹ്യപരാഗം എന്ന് പറയും. പരാഗങ്ങൾ ശരീരത്തിന് അകത്താണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ആന്തരപരാഗങ്ങൾ എന്ന് പറയും. പരാഗങ്ങൾ ജീവിക്കുന്നത് ശരീരത്തിന് പുറത്താണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? പുറത്താണെങ്കിൽ ബാഹ്യപരാഗം, ശരീരത്തിന് അകത്താണെങ്കിൽ ആന്തരപരാഗം. ശരീരത്തിന് പുറത്ത് ജീവിക്കുന്ന രണ്ട് പരാഗങ്ങളുടെ പേര് പറഞ്ഞുതരാം. ഒന്നാണ് പാൻ. തലയിൽ ഇങ്ങനെ എടുത്ത് മുട്ടില്ലേ നമ്മള്, അതെവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് പുറത്താണ്. പക്ഷെ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും? ബ്ലഡ് എടുക്കും അല്ലേ? അപ്പൊ ശരീരത്തിന് പുറത്താണ് ജീവിക്കുന്നത്. അപ്പൊ ശരീരത്തിന് പുറത്ത് ജീവിക്കുന്ന പരാഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് പാനും ചെള്ളും. അപ്പൊ പശുവിന്റെ ഒക്കെ പുറത്തിരുന്നിട്ട് കാക്ക അങ്ങനെ കൊത്തിയെടുക്കാറില്ലേ? അതാണ് ചെള്ള്. അപ്പൊ പേനും ചെള്ളും എന്താണ്? ബാഹ്യപരാഗമാണ്. ഒരു ആന്തരപരാഗത്തിന് പേര് പറഞ്ഞ്, നമ്മുടെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഒരു പരാഗം. ഇല്ലേ? ശരീരത്തിനകത്ത് പരാഗങ്ങളൊന്നും ഇല്ലേ? പരാഗം ഉണ്ട്. വിര എന്താണ്? ആന്തരപരാഗത്തിന് എക്സാമ്പിൾ ആണ്. പേനും ചെള്ളും എന്താണ്? ബാഹ്യപരാഗത്തിന് എക്സാമ്പിൾ ആണ്.
ഉം. പരാതം ജീവിക്കുന്നത് ശരീരത്തിനകത്താണോ പുറത്താണോ എന്ന് ആശ്രയിച്ചിട്ട് അതിനെ രണ്ടായിട്ട് തിരിക്കാം. ബാഹ്യപരാതവും ആന്തരപരാതവും. ബാഹ്യപരാതം പുറത്താണ് ജീവിക്കുന്നത്, എക്സാമ്പിൾ പേനും ചെള്ളും. ആന്തരപരാതം ശരീരത്തിനകത്താണ് ഉണ്ടാവുക, എക്സാമ്പിളാണ് വിര. ക്ലിയർ ആയോ? ഇനി ചില ചെടികളുണ്ട്, നിങ്ങൾ ട്രോൾസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇരപിടിയാൻ സസ്യങ്ങൾ. ഏതായിരുന്നു? ഇരപിടിയൻ സസ്യങ്ങൾ. നമ്മൾ സസ്യങ്ങൾ അല്ല എന്താന്നാ പറഞ്ഞത്? ജലവും ആഹാരവും വലിച്ചെടുത്ത് അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്ത് കഴിക്കും അല്ലെ? അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇരപിടിയൻ സസ്യങ്ങളെ ആരെങ്കിലും നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇരപിടിയൻ സസ്യങ്ങൾ. അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു എന്താ പറയാ പാറ്റയോ അല്ല എന്തെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എന്താ ക്ലോസ് ആവും. അതിനെ ദഹിപ്പിച്ചിട്ട് ആഹാരമാക്കുന്ന ജീവികളുണ്ട്. അത്തരം ജീവികളെയാണ് നമ്മൾ ഇതെന്ന് പറയാ ഇരപിടിയൻ സസ്യങ്ങൾ. ബാക്കി കടുവയും പുലിയും സിംഹവും ഒന്നും അതൊക്കെ എന്താണ്? ഇരപിടിയന്മാരാണ്, ഇരപിടിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇത് സസ്യങ്ങളുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ സസ്യങ്ങളുടെ കേസിലും എന്തുണ്ട്? ഇരപിടിയൻ സസ്യങ്ങളുണ്ട്. അങ്ങനെ എക്സാമ്പിൾസ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിന്നെ പിച്ചർ ചെടി. ഇവര് 3 പേരും എന്താണ്? ഇരപിടിയൻ സസ്യങ്ങളാണ്. ഇര പിടിച്ച് ഭക്ഷണം കഴിക്കും. അതായത് പ്രാണികളെ അതിലേക്ക് ആകർഷിക്കുക, പൂവൊക്കെ ഉണ്ടായിട്ട് അതിലേക്ക് കടന്നു വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ട് ആകർഷിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ഭക്ഷിക്കും. ഏതൊക്കെയായിരുന്നു? വീനസ് ഫ്ലൈ ട്രാപ്പ്, അവര് ട്രാപ്പ് ചെയ്തിട്ട് പിടിച്ചോളും. പിന്നെ സൺഡ്യൂ ചെടി, പിന്നെ പിക്ചർ ചെടി. വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ ചെടി, ഇവരൊക്കെ എന്താണ്? ഇരപിടിയൻ സസ്യങ്ങളാണ്. ഒന്നുകൂടെ പറയണോ പേരുകള്? വീനസ് ഫ്ലൈ ട്രാപ്പ്, വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ ചെടി. വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ ചെടി. ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പൊക്കോളാം. ഇനി പിന്നെ പഠിക്കാന്ന് വെച്ച് എടുത്തു വെക്കണ്ട. പേരുകളൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇവര് 3 പേരെന്താണ്? ഇരപിടിയൻ സസ്യങ്ങളാണ്. ഞാൻ നേരത്തെ മോണോട്രോപ്പ എന്നുള്ള സസ്യത്തിന്റെ പേര് പറഞ്ഞു. അതേതാണ്? ശവോപജീവികളുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് മോണോട്രോപ്പ പറഞ്ഞത്. ഇതെന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഇരപിടിയൻ സസ്യങ്ങളാണ്. വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ ചെടി. നോട്ട് ചെയ്തോ? വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, പിക്ചർ ചെടി, ഇതൊക്കെ എന്താ? ഇരപിടിയൻ സസ്യങ്ങളാണ്. എടുത്ത് പറഞ്ഞോട്ടെ. ഓക്കെ. ഇനി ഇവരൊക്കെ എന്തിനാണ് ഇപ്പൊ ഈ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത്, അതുപോലെ ഇപ്പൊ ഈ പ്രാണികളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്നതൊക്കെ എന്തിനാ? ഇവർക്ക് ശരീരത്തിന് ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ്, ഈ മൂലകങ്ങളൊക്കെ ആർക്ക് വേണം? സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമാണ്. സാധാരണ നൈട്രജൻ മണ്ണിൽ നേരിട്ടുണ്ടാവില്ല. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റിയതിനു ശേഷമാണ് സസ്യങ്ങൾ സ്വീകരിക്കുക. അപ്പൊ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതിനെ നൈട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ, അതുപോലെ നൈട്രോബാക്ടർ. ഇത് രണ്ടും എന്താണ്? ബാക്ടീരിയകളാണ്. ഈ 2 ബാക്ടീരിയകളുടെ ധർമ്മം എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി മണ്ണിൽ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകളാണ് ആര്? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. സസ്യങ്ങൾക്ക് എന്ത് വേണം? മൂലകങ്ങൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, സൾഫർ, അയൺ, ഇരുമ്പ്, ഇതൊക്കെ കാൽസ്യം, ഇതൊക്കെ ആർക്ക് ആവശ്യമാണ്? സസ്യങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ട് ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അതിനെ നൈട്രേറ്റ് ആക്കിയാൽ മാത്രമേ സസ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നൈട്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്
സഹായിക്കുന്ന ബാക്ടീരിയകളാണ്, മണ്ണിലെ രണ്ട് ബാക്ടീരിയകളാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന എന്താണ്? ബാക്ടീരിയകളാണ്. മണ്ണിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഏത്? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. ക്ലിയർ ആയോ? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകളാണ് ഏതൊക്കെ? അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്തിനാണ് നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് എന്നാ? സസ്യങ്ങൾക്ക് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കാനുള്ള കഴിവില്ല. അപ്പൊ അത് മണ്ണിലെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ സസ്യങ്ങൾ എടുത്തോളും. അപ്പൊ അങ്ങനെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ബാക്ടീരിയകളാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. നമ്മളിടയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ കുമ്മായമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. കുമ്മായം ബേസിക്കലി എന്താണ്? ആൽക്കലിയാണ്. മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്തിനാണ് അസിഡിറ്റി കുറയ്ക്കുന്നത്? അങ്ങനെ അസിഡിറ്റി pH കൂടുതലുള്ള മണ്ണായിട്ട് അങ്ങനെ ഇരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് ആലോചിക്കും. pH കൂടുതലായിട്ട് ഇരുന്നാല് അസിഡിക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ, ഈ ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പൊ നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ ബാക്ടീരിയകൾക്കൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നോർമലി ആവശ്യമുള്ളൊരു pH ഉണ്ട്. ആ pH ലെവൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ കുമ്മായൊക്കെ ഇട്ടിട്ട് അസിഡിറ്റി ഒക്കെ കുറയ്ക്കുന്നത്. മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അസിഡിറ്റി ഇങ്ങനെ ക്രമീകരിച്ച് pH ക്രമീകരിച്ച് നിർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് ഈ ബാക്ടീരിയകളൊന്നും നശിക്കാൻ പാടില്ല, ഈ സൂക്ഷ്മജീവികളൊന്നും നശിക്കാൻ പാടില്ല. ഇവരൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു രീതിക്ക് അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ജീവികളാണ്. അപ്പോൾ ഈ അസറ്റോബാക്ടറിന്റെയും നൈട്രോബാക്ടറിന്റെയും കാര്യം എടുത്ത് നോക്കിയാൽ ഇവർ രണ്ടും എന്ത് ചെയ്യുന്നവരാ? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ നശിക്കാൻ പാടില്ല. അപ്പൊ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിന്റെ അസിഡിറ്റി ക്രമീകരിച്ച് നിർത്തുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? എടുത്ത് പറഞ്ഞോണ്ടേ? എടുത്ത് പറഞ്ഞോട്ടെ? ഇത്ര നേരം നമ്മൾ പറഞ്ഞത് സസ്യങ്ങളുടെ ആഹാര കാര്യങ്ങളാണ്. സസ്യങ്ങൾ ഇരപിടിയന്മാരാണ്, അതുപോലെ സസ്യങ്ങൾക്ക് വേണ്ട മൂലകങ്ങളുടെ കാര്യം, അതുപോലെ അതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ജന്തുക്കളിലേക്ക് കിടക്കാം, നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ആഹാരത്തിന്റെ ദഹനം, നമ്മൾ ആഹാരം കഴിക്കുന്നത് വായിലൂടെയാണ്. അപ്പൊ ദഹനം ആരംഭിക്കുന്നത് എവിടെ തൊട്ടാ? മനുഷ്യ ശരീരത്തിലെ ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. വായിൽ നിന്നാണ് എന്താരംഭിക്കുക? ദഹനം ആരംഭിക്കുന്നത്. ഉമിനീരാണ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ. ആഹാരം വായിൽ വെച്ചു, നമ്മൾ ചവച്ചരച്ചു, ഉമിനീരിന്റെ കൂടെയാണ് ഇറക്കി വിടുന്നത്. അപ്പൊ ഉമിനീർ തുടങ്ങിയിട്ടാണ് നമ്മുടെ ദഹനം ആരംഭിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ അവയവം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാ പറയാ? കാഠിന്യമേറിയ ഭാഗം അല്ലെങ്കിൽ അവയവം ചോദിച്ചാൽ ഇത് പറയും? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം അല്ലെങ്കിൽ അവയവം ഏതാ? പോരട്ടെ. ഇതിനിപ്പോ നമ്മളെ CRT ടെക്സ്റ്റ് വായിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ കുട്ടികളോട് ചോദിച്ചാലും പറയും. ബേസിക് GK ആണ്. മണ്ണിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം അല്ലെങ്കിൽ അവയവം പറയടോ.
നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ തന്നെ പറയേണ്ടി വരുമോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം അല്ലെങ്കിൽ അവയവം ചോദിച്ചാൽ പല്ലാണ് ആൻസർ. എന്താ? പല്ല് എന്നാണ് നമ്മൾ പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് എന്ത്? ഇനാമൽ. നമ്മൾ ഇപ്പൊ കാണുന്ന ഭാഗമാണ് എന്ത്? പല്ലിന്റെ പുറത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് എന്ത്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമേറിയ പദാർത്ഥം ചോദിച്ചാലാണ് എന്തെഴുതേണ്ടത്? ഇനാമൽ എന്ന് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഭാഗം ചോദിച്ചാലോ അവയവം ചോദിച്ചാലോ നമ്മൾ എന്തെഴുതണം? പല്ല് എന്ന് എഴുതണം. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ആര്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ചോദിച്ചാലും ഏതാണ്? ഇനാമലാണ്. നമുക്ക് എപ്പം മുതലാണ് പല്ല് മുളച്ചത്? പല്ല് മുളച്ചത് ഏത് സമയത്താന്ന് ഓർക്കുന്നുണ്ടോ? കുട്ടികളുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, അവരുടെ മക്കൾക്കൊക്കെ എപ്പോഴാണ് പല്ല് മുളച്ചത്. ആരും ഉണ്ടെന്നില്ലല്ലോ. ഏത് സമയത്താണ് നമുക്ക് പല്ല് തുടങ്ങുന്നത്, പല്ല് മുളച്ചു തുടങ്ങുന്നത്? 6 മാസം പ്രായമാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? പല്ല് മുളയ്ക്കാം. അപ്പം മുളയ്ക്കുന്ന പല്ലുകളെ നമ്മൾ പാൽപ്പല്ലുകൾ എന്നാണ് പറയാം. എന്ത്? പാൽപ്പല്ലുകൾ. 6 മാസം മുതലാണ് നമുക്ക് എന്ത് തുടങ്ങുക? പല്ല് മുളച്ചു തുടങ്ങുക. മനുഷ്യന്റെ കേസാണ് പറയുന്നത്. പല്ല് മുളച്ചു തുടങ്ങുക ആ 6 മാസം, ആ ചെറുപ്പത്തിൽ മുളയ്ക്കുന്ന ആ പല്ലിനെ, തുടക്കത്തിൽ വരുന്ന ആദ്യത്തെ പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പാൽപ്പല്ലുകൾ എന്ന് പറയാം. പാൽപ്പല്ലുകൾ പറഞ്ഞു പോയിട്ട് നമുക്ക് സ്ഥിരദന്തങ്ങൾ വരും. ഇപ്പൊ നമുക്കുള്ളത് എന്താണ്? സ്ഥിരദന്തമാണ്. പാൽപ്പല്ലുകൾ, തുടക്കത്തിൽ മുളയ്ക്കുന്ന പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ 20 എണ്ണാണ്. മുകളിൽ 10, താഴെ 10, അങ്ങനെ 20 പല്ലാണ് പാൽപ്പല്ലുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ 6 മാസം മുതൽ മുളച്ചു തുടങ്ങുന്ന പല്ലുകളാണ് എന്ത്? പാൽപ്പല്ലുകള്. ആദ്യമായിട്ട് മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകള്. മുകളിൽ 10, താഴെ 10, അങ്ങനെ മൊത്തം എത്രയാണ്? 20 എണ്ണാണ് പാൽപ്പല്ലുകളുടെ എണ്ണം. 20 എണ്ണാണ് എന്തുണ്ടാവുക? പാൽപ്പല്ലുകൾ ഉണ്ടാവുക. പാൽപ്പല്ലുകൾ പറഞ്ഞു പോയതിനു ശേഷമാണ് നമുക്ക് എന്ത് ഇപ്പൊ കാണുന്ന നമ്മുടെ ഈ പല്ലുകളായ സ്ഥിരദന്തങ്ങൾ വരുന്നത് എപ്പോഴാ? പാൽപ്പല്ലുകൾ പറഞ്ഞു പോയതാ. നമുക്ക് എത്ര സ്ഥിരദന്തങ്ങളുണ്ട്? ഇപ്പൊ നമ്മുടെ വായിൽ എത്ര പല്ലുണ്ട് അത് പറഞ്ഞാലും മതി. 32. അപ്പൊ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണാണ്? 32. പാൽപ്പല്ലുകൾ എത്രയാണ്? പാൽപ്പല്ലുകൾ എത്രയാണ്? 20. രചിക്കരുത്. ചെറിയ കുട്ടികളുടെ പല്ലിങ്ങനെ കേട് വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയുന്നത് മിഠായി തിന്നിട്ടാണ് പല്ല് കേട് വരുന്നത്. ബയോളജി പഠിച്ച് നമ്മൾ ഇനി എന്ത് പറയരുത്? മിഠായി തിന്നിട്ടാണെന്ന് പറയരുത്. ആഹാരാവശിഷ്ടങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് ആണ് എന്തിനെ നശിപ്പിക്കുക? പല്ലിനെ നശിപ്പിക്കുക. ഇവര് മിഠായി തിന്നുന്നു, ഓക്കെ, അതുപോലെ ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. അവര് നമ്മളെ പോലെ എപ്പോഴും വായ വാഷ് ചെയ്തിട്ടല്ലല്ലോ നടക്കുന്നത്. മിഠായി കഴിച്ചു, അവരങ്ങനെ നടക്കുന്നു, ഓക്കെ. അപ്പൊ ആ അവശിഷ്ടങ്ങള് പല്ലിലിരുന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് ആണ് എന്തിനെ നശിപ്പിക്കുക? പല്ലിനെ നശിപ്പിക്കുക. ആഹാര പദാർത്ഥങ്ങളിലൂടെ ആഹാരപദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ പല്ലിലിരുന്നിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണ് എന്തിനെ നശിപ്പിക്കുക? പല്ലിനെ നശിപ്പിക്കുക. ഇനി നമുക്ക് എപ്പോഴാണ് സ്ഥിരദന്തങ്ങൾ വരുന്നത്? പാൽപ്പല്ലുകൾ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു? 6 മാസം മുതലാന്ന് പറഞ്ഞു. ഇനി എപ്പോഴാ സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ പറഞ്ഞു പോണം? പാൽപ്പല്ലുകൾ എപ്പോഴാ പറഞ്ഞു പോവുക? 6 വയസ്സ് മുതലാണ്. 6 മാസത്തിലാണ് പാൽപ്പല്ലുകൾ വരുന്നത്. പിന്നെ 6 വയസ്സ് മുതൽ എന്തുണ്ടാവും? പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് പൊഴിയാൻ തുടങ്ങും. പിന്നീട് വരുന്ന ആളുകളാണ് സ്ഥിരദന്തങ്ങൾ. ഈ സ്ഥിരദന്തങ്ങൾ പറഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്താൽ പകരം പല്ല് വരൂ? അതാണ് എന്റെ സംശയം. പല്ല് വരില്ല, കഴിഞ്ഞു. പിന്നെ പല്ല് വെക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? പാൽപ്പല്ലുകൾ ഒരു 6 വയസ്സോട് കൂടിയിട്ട് പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. പിന്നെ വരുന്നതാണ് സ്ഥിരദന്തങ്ങള്. സ്ഥിരദന്തങ്ങള് കൊഴിഞ്ഞു പോവുകയോ പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുതിയത് ഉണ്ടാകുന്നില്ല. ഏറ്റവും അവസാനം നമുക്കൊരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ലാസ്റ്റ് പല്ലുകൾ വന്നു തുടങ്ങും. ആ ലാസ്റ്റ് വരുന്ന പല്ലുകളെ നമ്മൾ അണപ്പല്ലുകൾ എന്ന് പറയാം.
അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റേ വരുള്ളൂ. വരുന്ന പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അണപ്പല്ലുകൾ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് വായ തുറന്ന് പഠിക്കാൻ. വായ തുറന്ന് പഠിക്കാം. ദഹനം തുടങ്ങുന്നത് വായിലൂടെയാണല്ലോ. അപ്പൊ വായയിലെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തുടങ്ങാം. നമുക്ക് വായിലെ പല്ലുകളെ, ഇപ്പൊ കാണുന്ന സ്ഥിരദന്തങ്ങളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. എന്താ, എത്രയായിട്ട്? നാലായിട്ട് തിരിക്കാം. ഏറ്റവും ഫ്രണ്ടിൽ കാണപ്പെടുന്നത് എന്താണ്? ഉളിപ്പല്ല്. ഉളിപ്പല്ല്. ഈ രണ്ട് സൈഡിൽ ഈ യക്ഷികൾക്ക് ഇങ്ങനെ മുളച്ച് താഴ്ത്തിക്കുന്നതില്ലേ, നമ്മൾ സിനിമയിലും പരസ്യത്തിലൊക്കെ കാണില്ലേ, അതാണ് എന്ത്? കോമ്പല്ലി. ഏറ്റവും ഫ്രണ്ടിൽ കാണപ്പെടുന്നത് ഉളിപ്പല്ല്. ഇവിടെ കോർണറിൽ കാണപ്പെടുന്നത് കോമ്പല്ല്. കോമ്പല്ലിന് ശേഷം കാണപ്പെടുന്നത് അഗ്രചർവണകം. അഗ്രചർവണകം. ഏറ്റവും ലാസ്റ്റ് കാണപ്പെടുന്നതാണ് ചർവണകം. ഇപ്പൊ കാണുന്ന വായിലെ പല്ലിനെ സ്ഥിരദന്തങ്ങളെ നാലായിട്ട് തിരിക്കാം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം. ഏറ്റവും ലാസ്റ്റ് കാണപ്പെടുന്നത് ചർവണകമാണ്. തെറ്റിക്കരുത്, അഗ്രചർവണകം കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? ചർവണകമുള്ളത്. നേരെ തിരിച്ചാന്ന് വിചാരിക്കരുത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഇനി ഇതിൻ്റെയൊക്കെ എണ്ണം കൂടെ പഠിക്കാനുണ്ട്. ഉളിപ്പല്ല്, മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളാണ് ആരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക? ഉളിപ്പല്ലായിട്ട് കൺസിഡർ ചെയ്യുക. എണ്ണിക്കോളൂ കേട്ടോ. മുകളിലും താഴെയായിട്ട് എത്ര പല്ലാണ്? മൊത്തം 32 നമ്മൾ പറഞ്ഞു. അപ്പൊ ഉളിപ്പല്ലില് മുകളിലും താഴെയുമായിട്ട് 8 പല്ല്. അപ്പൊ മുകളിൽ 4, താഴെ 4. ഈ ആദ്യമായിട്ട് കാണുന്ന ഈ 4, ഈ 4, പുറത്തേക്ക് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പല്ലുകളാണ് ആര്? ഉളിപ്പല്ലുകൾ. ഈ ഉളിപ്പല്ലുകൾ എന്തിനാ? ആഹാരം കടിച്ചു മുറിക്കാൻ വേണ്ടി സഹായിക്കുന്ന പല്ലുകളാണ്. കടിച്ചു മുറിക്കാൻ, തെറ്റിക്കരുത്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഏത്? ഏത്? ഉളിപ്പല്ല്. നമ്മൾ ജഗതിയൊക്കെ ചിക്കൻ തിന്നുന്ന ആലോചിച്ച് നോക്കുക. കടിച്ചു മുറിച്ച് തിന്നാൻ. ഏറ്റവും ഫ്രണ്ടിൽ കാണപ്പെടുന്ന 4, 4, അതിന് മൊത്തം 8 പല്ലുകളാണ് ആരെയായിട്ട് കൺസിഡർ ചെയ്യുക? ഉളിപ്പല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ആഹാരം കടിച്ചു മുറിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉളിപ്പല്ലുകൾ. ഉളിപ്പല്ലിന് തൊട്ടപ്പുറത്ത് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, താഴെ ഒന്ന്, ഇപ്പുറത്തൊന്ന്. അപ്പൊ മൊത്തം 4 ഓൾറെഡി പറഞ്ഞ ഉളിപ്പല്ല് 8 പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമ്പല്ലാണ്. കോമ്പല്ല് 4. അപ്പോൾ ഈ സൈഡിലൊന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ മൊത്തം 4. യക്ഷിപ്പല്ല്. അതാണ് കോമ്പല്ല്. കോമ്പല്ലുകൾ എത്ര എണ്ണാണ്? 4 ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ വേണ്ടി സഹായിക്കുന്നത് കോമ്പല്ലാണ്. കടിച്ചു മുറിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. തെറ്റിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ഓപ്ഷനിൽ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, എണ്ണം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു തരും, ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. തെറ്റിക്കരുത്. എന്താണ്? ഉളിപ്പല്ല് എത്ര എണ്ണാണ്? 8 പേരാണ് ഉളിപ്പല്ലായിട്ട്. ആദ്യം കാണുന്ന 8 പേരാണ് ഉളിപ്പല്ലുകള്. അവരാഹാരം കടിച്ച് മുറിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഉളിപ്പല്ലുകൾ. അതിന് തൊട്ടപ്പുറത്ത് കാണപ്പെടുന്ന കോമ്പല്ല് 4 ഉള്ളത്. അത് ആഹാരം കടിച്ച് കീറാൻ വേണ്ടി സഹായിക്കുന്നു. കടിച്ചു മുറിക്കാനും കടിച്ച് കീറാനും. തെറ്റിക്കരുത്. കോമ്പല്ലിന് ശേഷം കാണപ്പെടുന്ന 8 പല്ലുകളാണ്. കോമ്പല്ലിന് ശേഷം കാണുന്ന 8 പല്ല്. അപ്പൊ കോമ്പല്ലിന് ശേഷം ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ അങ്ങനെ കാണപ്പെടുന്ന 8 പല്ലുകളാണ് അഗ്രചർവണകം. കോമ്പല്ലിന് ശേഷം കാണപ്പെടുന്ന 8 പല്ലുകളാണ് അഗ്രചർവണകം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കടിച്ചു മുറിക്കൽ കഴിഞ്ഞു, കടിച്ച് കീറൽ കഴിഞ്ഞു. ഈ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുക? അഗ്രചർവണകം സഹായിക്കുക. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് സഹായിക്കുക? അഗ്രചർവണകം സഹായിക്കുക. അഗ്രചർവണകം 8 പേര്. ഉളിപ്പല്ല് 8 പറഞ്ഞു, കോമ്പല്ല് 4 പറഞ്ഞു. അപ്പൊ ടോട്ടൽ എത്രയായി? 12 ഇനിയിപ്പോ വീണ്ടും ഒരു 8 പറഞ്ഞിട്ടുണ്ട്. ഏതാ? അഗ്രചർവണകം 8 പറഞ്ഞു. അപ്പൊ 12 8 20. ഇനി ലാസ്റ്റ് ഉള്ളത് ചർവണകം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ചർവണകം എത്ര ഉണ്ടാവും? ടോട്ടൽ നമ്മൾ 32 പറഞ്ഞു. അതിൽ 8ഉം
4ഉം 8ഉം പറഞ്ഞു. ഇനി എത്ര എണ്ണം ഉണ്ടാവും? ചർവണകം എത്ര എണ്ണം ഉണ്ടാവും ബാക്കി? വേഗം പോരട്ടെ. 12 ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. 8 ഉളിപ്പല്ലേ, 4 കൊമ്പല്ലേ. ഓക്കെ, കറക്റ്റ് ആണ്. 8 ഉളിപ്പല്ലേ, 4 കൊമ്പല്ലേ, 8 അഗ്രചർവണകം. ഈ ബാക്കിയുള്ള 12 എണ്ണം എന്താണ്? ചർവണകമാണ്. ബാക്കിയുള്ള 12 എണ്ണവും എന്താണ്? അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 12 പല്ലുകളാണ് ഏത്? ചർവണകങ്ങള്. ചവച്ചരയ്ക്കാൻ അഗ്രചർവണകവും ചർവണകവും ആഹാരം ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഉളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാൻ വേണ്ടി സഹായിക്കുന്നു. കോമ്പല്ല് ആഹാരം കടിച്ച് കീറാൻ വേണ്ടി സഹായിക്കുന്നു. ബാക്കി 2 എണ്ണം ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ 8 എണ്ണം, 4 എണ്ണം, 8 എണ്ണം, 12 എണ്ണം. ടോട്ടല് 32. 8, 4, 8, 12. ടോട്ടൽ എത്രയാണ്? 32. ക്ലിയർ ആയോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയി. റിപ്പീറ്റ് ചെയ്യണ്ട. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഈ ചർവണകവും അഗ്രചർവണകവും ഒരു കാരണവശാലും തെറ്റിക്കരുത്. അഗ്രം, ഓ തെറ്റത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ചർവണകം കഴിഞ്ഞിട്ട് അഗ്രചർവണകം എന്ന് വിചാരിക്കരുത്. എന്താണ്? അഗ്രചർവണകം കഴിഞ്ഞതിന് ശേഷമാണ് ആര്? ചർവണകം. ഒന്ന് ഓർത്തു വെക്കുക പോലെ. അത് നമ്മള് ആഹാര ദഹനം എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞു? വായിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉമിനീരിന്റെ സഹായത്തോടു കൂടി നമ്മൾ ആരംഭിക്കും. അപ്പൊ ആഹാരം വായിലിട്ടു, ചവച്ചരച്ചു, നമ്മൾ എന്ത് ചെയ്യും? അന്നനാളം വഴി അതെവിടെ എത്തും? ആമാശയത്തിലെത്തും. ആഹാരം പല്ലുകളുടെ സഹായത്തോടെയും ഉമിനീരിന്റെ സഹായത്തോടു കൂടി ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അന്നപഥത്തിലൂടെ അതെവിടെ എത്തും? ആമാശയത്തിലെത്തും. ഈ അന്നനാളത്തിലൂടെ ആഹാരം തരംഗ രൂപത്തിലുള്ള ഒരു ചലനത്തിലൂടെയാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ അന്നനാളത്തിലെ ആ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെരിസ്റ്റാൾസിസ്. എന്താ? പെരിസ്റ്റാൾസിസ്. അന്നപഥത്തിലെ, അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. പെരിസ്റ്റാൾസിസ് അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് എന്ത്? പെരിസ്റ്റാൾസിസ്. ഈ ആമാശയത്തിലെത്തുമ്പോൾ ആമാശയത്തിന്റെയും കൂടെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ആഹാരത്തിനെ എന്താക്കാം? കുഴമ്പ് രൂപത്തിലാക്കാം. പിന്നെ ആഹാരം ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അസിഡിറ്റി അറിയാലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അറിയാലോ. അപ്പൊ ബാക്കി ദഹന രസങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ആഹാരത്തിനെ രാസീയമായിട്ട് ദഹിപ്പിക്കുന്ന ആരാണ്? ആമാശയമാണ്. ആമാശയമാണ്. ആമാശയത്തിലെത്തുന്ന ദഹനരസങ്ങൾ വഴി നമ്മൾ ആഹാരത്തിനെ എന്ത് ചെയ്യും? ദഹിപ്പിക്കും. വായിലൂടെ പെരിസ്റ്റാൾസിസ് ചലനത്തിന് സഹായത്തിലൂടെ അന്നനാളത്തിലൂടെ കടന്നുപോയ ആഹാരം ആമാശയത്തിലെത്തി ഒരുവിധം രാസീയമായിട്ട് ദഹിച്ചിട്ടുണ്ട്. കാരണം കുറെ ദഹനരസങ്ങളൊക്കെ ആമാശയം ഉൽപ്പാദിപ്പിച്ച് എന്നെ ദഹിപ്പിച്ചു. ദഹിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയാൽ പോലെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കണം, നമ്മുടെ രക്തത്തിലേക്ക് എത്തണം. അപ്പൊ ദഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആഹാരം കടന്നു പോകുന്നത് ചെറുകുടലിലേക്കാണ്. ചെറുകുടല് കഴിഞ്ഞിട്ടാണ് വൻകുടൽ. അപ്പൊ ചെറുകുടലിലേക്കാണ് കടന്നു പോകുന്നത്. ചെറുകുടലിന്റെ ലെങ്ത് എത്രയാണെന്നറിയോ? ചെറുകുടലിന്റെ ലെങ്ത് എത്രയാണെന്നറിയോ? 6 മീറ്റർ നീളാണ് ഏതിനുള്ളത്? ചെറുകുടലിനുള്ളത്. ചെറുകുടല് കഴിഞ്ഞിട്ടാണ് വൻകുടല്. വൻകുടലിന് 1.5 മീറ്റർ നീളവും ചെറുകുടലിന് 6 മീറ്റർ നീളമുണ്ട്. ചെറുകുടലിന് 6 മീറ്റർ നീളമുണ്ട്. നീ ആമാശയത്തിൽ നിന്ന് ആഹാരം എവിടെ എത്തുന്നു? ചെറുകുടലിൽ എത്തുന്നു. ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ ആഹാരദഹനം പൂർണ്ണമാകുന്നത്. അപ്പൊ ആഹാരദഹനം പൂർണ്ണമാകുന്ന സ്ഥലം ചോദിച്ചാൽ വയറ് അല്ലെങ്കിൽ ആമാശയം എന്നല്ല എഴുതേണ്ടത്, ചെറുകുടലിലാണ്. ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരദഹനം പൂർണ്ണമാകുന്നത്. അതേപോലെ തന്നെ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ
രക്തത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതും ചെറുകുടലാണ്. ചെറുകുടലിന്റെ നീളം 6 മീറ്റർ. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതും ഈ പോഷകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ആഹാരം കടന്നു പോകുന്നത് വൻകുടലിലേക്കാണ്. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ്. ഇനി ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ആഹാരത്തിന്റെ അല്ലെങ്കിൽ പോഷകങ്ങളുടെ ആഗിരണം നടക്കുന്നത് നമ്മൾ ചെറുകുടലിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. എന്നാൽ ജലത്തിന്റെ ആഗിരണം, ബാക്കി വരുന്ന നമ്മൾ വെള്ളം കുടിക്കും, അതുപോലെ ആഹാരത്തിലൂടെ ശരീരത്തിലെത്തുന്ന ജലമെല്ലാം എന്ത് ചെയ്യുന്നു, ആഗിരണം ചെയ്തെടുക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. വൻകുടലിൽ വെച്ചിട്ട് ജലവും വലിച്ചെടുത്തു, ചെറുകുടലിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുത്തു. ബാക്കി വരുന്ന വിസർജ്യം എന്ത് ചെയ്യും, മലാശയത്തിൽ സംഭരിച്ചിട്ട് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടും. പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് ചെറുകുടലും ജലം വലിച്ചെടുക്കുന്നത് വൻകുടലുമാണ്. അതിനുശേഷം വേസ്റ്റ് പുറന്തള്ളുന്നു. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. പല്ലിന്റെ ഘടനയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആഹാരം പെരിസ്റ്റാൾസിസ് ഒന്നുമില്ല. അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് കൈയോടെ വെച്ച് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഒരു ചലനം, ഇതിനകത്തുള്ള ഒരു തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ് ഈ ആഹാരം എങ്ങോട്ട് ഇറങ്ങുന്നത്, ആമാശയത്തിലേക്ക് എത്തുന്നത്. അന്നനാളത്തിലൂടെ ആഹാരം തരംഗ രൂപത്തിലുള്ള ചലനത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് എവിടെ എത്തും, ആമാശയത്തിലെത്തും. തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്താ പറയാ, പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമാശയം ദഹന രസങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് അതിനെ രാസീയമായിട്ട് ദഹിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എന്താ പറയുക, പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ച് വലിച്ചെടുക്കും. ജലം എവിടെ വെച്ച് വലിച്ചെടുക്കും, വൻകുടലിൽ വെച്ച് വലിച്ചെടുക്കും. ബാക്കി വിസർജ്യം മലദ്വാരത്തിലൂടെ പുറന്തള്ളും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇന്നടുത്ത ചാപ്റ്റർ SCRT ആണ്. 7th ചാപ്റ്ററാണ്. ഇനി ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ വിത്ത് ഫിഗർ ഉണ്ടാവും. വിത്ത് ഫിഗർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മയിലിരിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിലേക്ക്. ഇനി വായിക്കാനല്ല, പഠിക്കുക. കാരണം ഇനി വായിക്കാനൊന്നും സമയമില്ല, ഇനി പഠിക്കുക തന്നെ വേണം, എക്സാം ആവാനായി. അപ്പോൾ കൃത്യമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. ഓക്കെ, വൈൻഡപ്പ് ചെയ്യണേ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.